വെറുതെ. രചന ദേവലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഫോൺ എടുത്ത് വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെയെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ജോലിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കി തനിക്കായി മാത്രമുള്ള സമയമാണ്. ഏട്ടം വരുന്നതിന് മുമ്പുള്ള 1/4 മണിക്കൂർ. അത് ഞാൻ എനിക്കായി കുറച്ച് വർഷങ്ങളായി മാറ്റിവെച്ചതാണ്. ജീവിതക്കുരുക്കിൽപ്പെട്ട് എവിടെയോ നഷ്ടമായ എന്നെ തിരിച്ചു പിടിക്കാനുള്ള സമയം. ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് അല്പസമയം ഫോണിൽ ചെലവഴിക്കും. ചാറ്റിംഗ് ഒന്നും അത്ര വശമില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ബന്ധങ്ങൾ പുതുമയോടെ നിലനിർത്താൻ ഞാൻ കുറച്ച് പിന്നോട്ടാണെന്ന്. ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. പ്രായം 35 എന്തോ. ഇൻസ്റ്റഗ്രാം ഇപ്പോഴും അത്ര പരിചയം പോരാ. പുതിയ പിള്ളേർ തന്തവയ്പെന്നോ തള്ളവയ്പെന്നൊക്കെ പേരിട്ട് വിളിക്കുമായിരിക്കും. 30 കഴിഞ്ഞാൽ പക്വത കൂടിയതാണെന്ന് പറഞ്ഞ് സമാധാനം കണ്ടെത്തുന്ന ഒരു പാൻ ഇന്ത്യൻ 90 കിഡാണ് ഞാനും. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ശരിയാവും. എന്തായാലും ഇൻസ്റ്റഗ്രാമും തുറന്നു നോക്കിയേക്കാം. ഒരു മെസ്സേജ് റിക്വസ്റ്റാണ്. ID നോക്കിയപ്പോൾ ചെറുതായ ഒരു ഞെട്ടലുള്ളിൽ നിറഞ്ഞു. 7 വർഷം പരിചിതമായൊരു മുഖം. ഒരുപക്ഷെ ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ താഴിട്ട് സൂക്ഷിച്ച ഒരു മുഖം. കൗമാരത്തിൽ കളഞ്ഞുപോയ പ്രണയത്തിൻ്റെ മുഖം. യൗവനമില്ലാതെ മറവിലേക്ക് മാഞ്ഞുപോയി എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിച്ച മുഖം. ഞാൻ ആ DP-യിലേക്ക് സൂക്ഷിച്ചു നോക്കി. കാലം വരുത്തിയ കുറച്ച് മാറ്റമുണ്ടെന്നൊഴിച്ചാൽ എല്ലാം പഴയതുപോലെ തന്നെ. അറിയില്ല എന്താണ് തോന്നുന്നത്. ഒരു മരവിപ്പ് മാത്രം. മെസ്സേജ് തുറന്നു നോക്കി. എടോ, എന്താ കുഞ്ഞിൻ്റെ പേര്? ഇതാണ് മെസ്സേജ്. ഓ, കഴിഞ്ഞ ദിവസം ഞാൻ മോളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഓർത്തു മറുപടി അയക്കണോ. എൻ്റെ മനസ്സ് സംശയത്തിൽ ചാഞ്ചാടി. വിവാഹിതനാണ്. എൻ്റെ പോലെ ഒരു മോളുമുണ്ട്. 11 വർഷമായ ഒരു ഫോൺ വിളിയോ മെസ്സേജോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അല്ല, തെറ്റി. ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട്. ആരുടെയോ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ച്. ഒരു 5 മിനിറ്റ്. അതെ, 5 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അന്ന് പറഞ്ഞിരുന്നു തനിക്കറിയാവുന്ന നമ്പർ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഒരു വിളിയും ഉണ്ടായില്ല. നമ്പർ ഓർമ്മയിലുണ്ടെങ്കിലും ഫോണിൽ സേവ് ചെയ്തിരുന്നില്ല. മെസ്സേജിന് റിപ്ലൈ അയച്ചേക്കാം, അതിൽ തെറ്റില്ലല്ലോ. ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തി. പിന്നെ ടൈപ്പ് ചെയ്തു, ദേവലക്ഷ്മി, അതാണ് മോളുടെ പേര്. ഞാൻ മറുപടി അയച്ചു. ചെറിയൊരു സങ്കോചമുണ്ടോ, മറുപടി പ്രതീക്ഷിക്കുന്നതുകൊണ്ടോ എന്തോ എൻ്റെ കണ്ണുകൾ ആ ചാറ്റിൽ തന്നെ മാറാതെ നിന്നു. വീണ്ടും ഒരു മെസ്സേജ് കൂടി വന്നു. അതെയോ, സുഖമായിട്ടിരിക്കുന്നോ താൻ? തികച്ചും ഫോർമലായി ചോദ്യങ്ങൾ. സുഖം. നാട്ടിലില്ലേ? മോളും വൈഫ് എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചു. അനാവശ്യമാണോ എൻ്റെ ചോദ്യങ്ങൾ? എനിക്ക് എന്നോട് തന്നെ ഒരു സംശയം തോന്നി. ഞാൻ നാട്ടിലില്ലടോ, തിരുവനന്തപുരത്താ. വൈഫ് മോളും നാട്ടിലുണ്ട്. കുഞ്ഞിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. തൻ്റെ മോളുടെ ഫോട്ടോ കണ്ടപ്പോൾ വെറുതെ തന്നോടൊന്ന് സംസാരിക്കാൻ തോന്നി. അപ്പുറത്തുള്ള മറുപടി വന്നു. പിന്നെ എന്ത് ചോദിക്കണമെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ എഴുത്തൊക്കെ കാണാറുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ. വീണ്ടും ഒരു മെസ്സേജ്. ഞാൻ മറുപടി അയച്ചില്ല. എന്തോ ചെറിയൊരു നമ്പർ. ഫോൺ നെറ്റ് ഓഫ് ചെയ്ത് സൈഡ് ടേബിളിലേക്ക് വെച്ചു. എന്തിനാണ് മനസ്സിൻ്റെ വിങ്ങിലെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയും പോലെ ആദ്യ പ്രണയം മറക്കാൻ കഴിയാഞ്ഞിട്ടോ അറിയില്ല. പക്ഷേ ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. നല്ലൊരു പാതിയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് വർഷങ്ങൾ കാത്തിരുന്നിട്ടെങ്കിലും ഒരു പൊന്നുമോളെയും കിട്ടി. പക്ഷേ ചില പ്രണയ കവിതകൾ വായിക്കുമ്പോൾ, പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില ഫിലിം കാണുമ്പോഴൊക്കെ ചെറിയൊരു വേദന തോന്നാറില്ലേ? ഉണ്ട്, സത്യമാണത്. അത് സമ്മതിക്കാൻ എനിക്ക് മടിയില്ല. ഓർമ്മകൾ ചിറകടിച്ച് വന്നുകൊണ്ടിരുന്നു. ആ മുഖം, നോട്ടം, സംസാരം. ഒട്ടും ശബ്ദമുഖരിതമല്ലാത്ത, ബഹളമില്ലാത്ത, വാശിയില്ലാത്ത ഒരു കുഞ്ഞു പ്രണയം. പലപ്പോഴും മാത്രമേ ഒന്ന് കാണൂ. രണ്ടുപേർക്കും വരുമാനമില്ലാത്തതുകൊണ്ട് ഫോൺ വിളിയിലൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പരസ്പരം ഓർമ്മിക്കുമ്പോൾ തന്നെ പുഞ്ചിരി വിടർത്തുന്ന നനുത്തൊരു പ്രണയം. പാവായിരുന്നു രണ്ടുപേരും, അതുപോലെ പേടിയും. ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും അന്നാവാൻ കഴിയില്ലെന്നൊരു സംശയം ഇരുവർക്കും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ മൂത്തുകുട്ടിയാണല്ലോ, അവിടെയോ അതെ. പക്ഷെ പെൺകുട്ടികൾ വീട്ടിൽ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. എങ്കിലും ജീവനായിരുന്നു. ഇഷ്ടദേവന്റെ മുന്നിൽ തൊഴുതു മടങ്ങുമ്പോൾ എൻ്റെ വിരൽത്തുമ്പിലൊന്ന് തൊട്ടപ്പോൾ എന്നിൽ നിറഞ്ഞ വിറയിൽ ഇന്നും എൻ്റെ വിരൽത്തുമ്പിൽ എനിക്കറിയാൻ കഴിയുന്നുണ്ട്. മിഴികൾ കൊണ്ട് ചുംബിക്കാൻ പഠിച്ചത് ആ പ്രണയകാലത്താണ്. പരസ്പരം സ്പർശിക്കാതെയുള്ള ചുംബനം. നാളുകൾ കൂടി കാണുമ്പോൾ കണ്ണുകൾ കൊണ്ടുള്ള ചുംബനം അത്രമേൽ തീവ്രം, പരസ്പരമുള്ള ഒരു സമാധാനപ്പെടുത്തലായിരുന്നു. പക്ഷേ വർഷങ്ങൾ പോയി മറയുമ്പോൾ ഞാനും അദ്ദേഹവും പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ നിസ്സഹായരായി. എൻ്റെ വിവാഹം തീരുമാനിച്ചു. വീട്ടിലെ അവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. അദ്ദേഹം ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഹൃദയമുറിയുന്ന വേദനയോടെ ഞങ്ങൾ രണ്ടുപേരും സാഹചര്യത്തെ അംഗീകരിച്ചു. ഞങ്ങളുടെ പ്രണയം ഞങ്ങളിൽ തന്നെ വിടർന്ന് ഞങ്ങളിൽ തന്നെ കൊഴിഞ്ഞു. ഇഷ്ടദേവന്റെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ അവസാനമായി കണ്ടു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ തിളക്കം എൻ്റെ കഴുത്തിലും കാതുകളിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നിലെ തിളക്കത്തിൽ ഒന്നുകൂടി തിളങ്ങി. എനിക്കറിയാമായിരുന്നു ഉള്ളിലെ വേദന കണ്ണുകളിൽ തിളങ്ങിയതാണെന്ന്. പരസ്പരം കുറ്റപ്പെടുത്താതെ, കലഹിക്കാതെ, വേദനിപ്പിക്കാതെ, പഴിക്കാതെ ഞങ്ങൾ പിരിഞ്ഞു. വേദനിപ്പിക്കാനും പഴിക്കാനും കുറ്റപ്പെടുത്താനും കലഹിക്കാനും ഞങ്ങൾക്കാവുമായിരുന്നില്ല. കാരണം ഞങ്ങളുടെ പ്രണയം ആത്മാവിൽ തൊട്ടതായിരുന്നു. കുഞ്ഞിൻ്റെ ഞെരുക്കം എന്നെ ഓർമ്മകളിൽ നിന്നുണർത്തി. അവൾ മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതാണ്.
ഞാൻ ടേബിളിലേക്ക് വെറുതെ കണ്ണോടിച്ച് ഫോൺ കയ്യിലെടുത്തു. ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഞാനത് തുറന്നു നോക്കി. കുറച്ച് വലിയൊരു മെസ്സേജ് ആയിരുന്നു. എടോ, ഇത്ര വർഷമായിട്ടും തനിക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര വർഷമായിട്ട് മനസ്സിൻ്റെ ഏതോ കോണിൽ നമ്മളൊന്നും ജീവിക്കുന്നുണ്ട്. തൻ്റെ കോൺടാക്റ്റ് നമ്പർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയാം എൻ്റെ നമ്പർ താൻ മറന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നുവരെ നമ്മൾ പരസ്പരം സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. താൻ സമാധാനവും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നുള്ള അറിവ് എനിക്കും സമാധാനമാണ്. തനിക്കും അങ്ങനെ തന്നെയാവല്ലേ? പരസ്പരം നശിക്കണമെന്ന് കരുതാൻ നമുക്കാവില്ലല്ലോ. നമ്മളിരുവരും നമുക്ക് ലഭിച്ച പാതിയിലും കുടുംബജീവിതത്തിലും സന്തുഷ്ടരാണ്. മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മുടെ പ്രണയം ജീവിക്കുന്ന ഒരു തെറ്റല്ലടോ. നമ്മുടെ പ്രണയം നമ്മളെ സ്നേഹിച്ചവർക്ക് വേണ്ടിയല്ലേ വേണ്ടെന്ന് വെച്ച്. അതിന് വലിയൊരു മഹത്വം ഉണ്ടോ. തൻ്റെ എഴുത്തിലെങ്കിലും നമ്മുടെ മരിച്ച പ്രണയത്തിന് താൻ പലപ്പോഴും ജീവൻ കൊടുക്കാറുണ്ടല്ലോ. എൻ്റെ വാക്കുകളോ പ്രസൻസോ തന്നിൽ ഭയമുണ്ടാക്കുന്നുണ്ടെന്നുള്ള അറിവ് എൻ്റെ മരണമാണ് ടീച്ചറെ. ദൈവികമായി നമ്മൾ കരുതിയ പ്രണയത്തിൻ്റെ മരണം വെറുതെയാണോ? വെറുതെ. ആ മെസ്സേജ് അവസാനിച്ചിരുന്നു. ഞാൻ നെഞ്ചിലുയർന്ന് നിങ്ങളുടെ ഫോൺ മാറ്റിവെച്ചു. ആ വിങ്ങൽ സന്തോഷത്തിൻ്റെയാണോ നൊമ്പരത്തിൻ്റെയാണോ എന്നറിയില്ല. അല്ല, അങ്ങനെയല്ല. ഞാനിത് മനഃപൂർവ്വം അറിയാൻ ശ്രമിച്ചില്ല. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഹലോ ഏട്ടാ. അതെയോ? ആ മോളിറങ്ങി. ആ ശരി, ഓക്കെ. ഞാൻ ഫോൺ വെച്ച് എഴുന്നേറ്റു. കാറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഏട്ടൻ പുറത്തെത്തിയിട്ടുണ്ട്. ഞാൻ വാതിൽക്കിലേക്ക് നടന്നു. പിന്നെ തിരിഞ്ഞ് ഫോണിലേക്ക് നോക്കി. അതെ, വെറുതെയാണ്. വെറും വെറുതെ.